എറണാകുളം ജില്ലയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ലഭിക്കുന്ന വീടുകൾ അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി 48 ലക്ഷം രൂപയ്ക്ക് ലഭിക്കാവുന്ന മനോഹരമായ ഒരു 3 ബെഡ്റൂമിൻ്റെ വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങൾക്കായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും സമരിറ്റൻ ഹോസ്പിറ്റലിലേക്ക് 2.5 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1/2 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. നല്ല വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീടിൻ്റെയും സ്ഥാനം. മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയോടെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന സ്ഥലം തന്നെയാണ്. ഇന്റർലോക്ക് കട്ടകൾ വിരിച്ച റോഡുകൾ നമുക്ക് കാണാം. നല്ലൊരു കോർണർ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ നല്ല പ്രൈവസി ലഭിക്കുന്ന വീട് തന്നെയാണ്. മനോഹരമായ ചുറ്റുമതിലെല്ലാം നിർമ്മിച്ചിട്ടുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകളും കാണാം. ആ വീടുകളിൽ തൊട്ടടുത്ത് കാണുന്ന വീടുകളിലെല്ലാം താമസമുള്ള വീട് തന്നെയാണ്. ഗേറ്റ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നേരെ കയറി വരുന്നത് ഇന്റർലോക്ക് കട്ട വിരിച്ച മുറ്റത്തേക്കാണ്. ഒരു വലിയ വണ്ടി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് മുറ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി ബൈക്കുകളെല്ലാം വയ്ക്കാം. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. കിണറിനോട് തൊട്ട് ചേർന്ന് കാണുന്ന ഈ ഒരു മീറ്ററാണ് പൈപ്പ് കണക്ഷൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ഡോറിൻ്റെയും ഡയറക്ഷനും നമുക്ക് ചെക്ക് ചെയ്യാം. വടക്ക് ഭാഗത്തേക്കാണ് ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു സിറ്റ് ഔട്ടും കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഡോർ ചെയ്തിരിക്കുന്നത് തേക്കിലാണ്. മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും പ്ലാവുമാണ്. ഇനി നമുക്ക് ഡോർ തുറന്ന വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. 2 സൈഡിലേക്കും തുറക്കാവുന്ന രീതിയിലുള്ള ഡോർ നമുക്ക് കാണാം. നല്ല പോളിഷ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിംഗ് ഹാളിലേക്കാണ് ഇപ്പോൾ നമ്മൾ കയറി വന്ന് നിൽക്കുന്നത്. 2 ഭിത്തിയിലും വിൻഡോ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ലഭിക്കാവുന്ന വീടുകളിൽ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് സാധാരണ നിലയിൽ കാണാറില്ല. ഈ ഒരു ഭിത്തിയിലായി മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഈ ഒരു ഭാഗത്ത് കൂടി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് ചെല്ലാം. അത്യാവശ്യം 8 സീറ്ററായി ലഭിക്കാവുന്ന ഒരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. സീലിംഗിലെല്ലാം ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് ലഭ്യമാവുക. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ തന്നെയാണ്. നേരെ കാണുന്ന ഈ കോർണറിലായി നല്ലൊരു വാഷ് കൗണ്ടറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചണിൻ്റെ ഈ കാണുന്ന ഭിത്തിയിലെല്ലാം ചെറിയൊരു ക്രോക്കറി ഷെൽഫുകളും കാണാൻ കഴിയും. ഇനി നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൺ വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ കബോർഡ് വർക്കുകളെല്ലാം നമുക്ക് കാണാൻ കഴിയുക. ഈ ഒരു കിച്ചൺ കൂടാതെ അഡീഷണൽ ആയിട്ട് നമുക്കൊരു വർക്ക് ഏരിയയും ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. ഇവിടെ സിങ്കെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായി പുകയില്ലാത്ത അടപ്പ് വയ്ക്കാവുന്ന രീതിയിലുള്ളൊരു പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. എല്ലാം ഗ്രിൽ വർക്കെല്ലാം ചെയ്ത് കവേർഡോട് കൂടി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായാണ് ബെഡ്റൂം വരുന്നത്. ഇത് ഏകദേശം ഒരു 140 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു കോർണറിലായി കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. മനോഹരമായി തന്നെയാണ് ഇതെല്ലാം നിർമ്മാണം. ബെഡ്റൂമുകളിലെല്ലാം ടൈൽ ഉപയോഗിച്ചിരിക്കുന്നത് വെട്രിഫൈഡ് ടൈലുകളാണ്. ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെയാണ് ബാത്റൂം വരിക. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരാം. സ്റ്റെയറിൻ്റെ താഴെയായി നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്ക് വരാം. കയറി വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോളിലേക്കാണ്. നല്ല രീതിയിൽ വെളിച്ചം ലഭിക്കുന്നതിനും എയർ സർക്കുലേഷൻ ലഭിക്കുന്നതിനും രീതിയിലുള്ള വിൻഡോകളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്ക് വരാം.
ഇവിടെയായാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇത് ഏകദേശം ഒരു 140 സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതിനും കബോർഡ് വർക്കും അറ്റാച്ച്ഡ് ബാത്റൂം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ നമുക്കൊരു 125 സ്ക്വയർ ഫീറ്റിൽ വരുന്ന മറ്റൊരു ബെഡ്റൂം കൂടി മുകളിലെ നിലയിൽ ലഭ്യമാണ്. ഇവിടെ നിന്നും നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായി ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും നമുക്ക് കാണാം. ഇതിനും കബോർഡ് വർക്കുകളും എല്ലാം ചെയ്തിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. ഇവിടെയാണ് ബാൽക്കണി വരിക. മുകളിലെ ടെറസിലേക്ക് കയറുന്നതും ഇവിടെ നിന്ന് തന്നെയാണ്. നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാവുന്ന രീതിയിലുള്ള വീടാണ്. ഇനി നമുക്ക് വീടിൻ്റെ മറ്റുള്ള വിശദവിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി 3.5 സെൻറ്റിൽ 1350 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ഈ കാണുന്ന വീടിന് ചോദിക്കുന്ന റേറ്റ് 48 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദവിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. അങ്ങനെ നമ്മൾ ലാസ്റ്റതും അവസാനത്തേതുമായ ബെഡ്റൂമിൽ എത്തി നിൽക്കുകയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇവിടെയും ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയയും നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം വലിപ്പമുള്ള 3 ബാത്റൂമുകളാണ് ലഭ്യമാവുക. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.